നമസ്കാരം. ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പോ FB വരാനുള്ള കാരണം, എന്റെ വിഷയം കേരളത്തിലെ ഒരു പൂഞ്ഞാറ്റിലെ വർഗീയവാദിയുടെ ഒരു പ്രസംഗം മീഡിയ വൺ ചാനലിലൂടെ കാണാൻ കഴിഞ്ഞു. അതിൽ ആ പൂഞ്ഞാറ്റിലെ മോൻ പറയുന്നത് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല, മുസ്ലിം അല്ലാത്ത ഒരാളെയും ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന ഒരു സന്ദേശം ഇസ്ലാമിലെപ്പെട്ട ആളുകൾ പുതിയ തലമുറകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തെളിവുള്ള പോലെയുള്ള ഒരു പരാമർശം ഒരു പൂഞ്ഞാറ്റിലെ മോന്റെ വായിൽ നിന്നും മീഡിയ വണ്ണിലൂടെ കാണാൻ കഴിയും. അപ്പോ ഇസ്ലാമിൽപ്പെട്ട ആളുകളല്ലാത്ത മറ്റുള്ള എല്ലാവരെയും ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന സന്ദേശം മുസ്ലിം സമൂഹം പുതിയ തലമുറകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഈ പൂഞ്ഞാറ്റിലെ മോൻ ചിലപ്പോൾ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിലോ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ പൂഞ്ഞാറ്റിലെ മോനോട് പറയാനുള്ളത്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും വേറെ വഴിയില്ല. ഇതുപോലുള്ള വിഷയം വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ നല്ല പിതാവിന് പിറന്നതാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പൂഞ്ഞാറ്റിലെ മോനെ നീ പറഞ്ഞതിന് തെളിവുമായിട്ട് വരണം. ഇസ്ലാമിൽപ്പെട്ട പുതിയ തലമുറകൾക്ക്, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇസ്ലാമിൽപ്പെട്ട പുതിയ തലമുറകൾക്ക് ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള മതക്കാരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള സന്ദേശം കൊടുക്കുന്നുണ്ട് എന്നാണല്ലോ പച്ച വർഗീയവാദി നീ പറഞ്ഞത്. അതിന് നീ തെളിവ് കൊണ്ടുവരണം. തെളിവ് കൊണ്ടുവന്നാൽ നിന്റെ വാക്കിനെ ഞാൻ അംഗീകരിക്കും. ഞാനെന്നല്ല, ഇന്ത്യ രാജ്യത്തെ, കേരളത്തെ എല്ലാ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഒന്നടങ്കം നിന്റെ വാക്കിനെ അംഗീകരിക്കും. അല്ലെങ്കിൽ കക്കൂസ് ടാങ്ക് പൊട്ടിപ്പോയതാണ്, ചെറിയ നാറ്റം, അത് കാറ്റ് വരുമ്പോ നാറ്റം അതിലൂടെ പോയി എന്ന് ചിന്തിക്കും. അല്ലാതെ നിന്റെ വായിൽ നിന്ന് വിസർജനം വരുന്നത് എന്താണ്, എന്ത് വിസർജനമാണ് എന്ന് പിണറായി വിജയൻ നോക്കിയിരിക്കലല്ല പിണറായി വിജയനെ പണി. അദ്ദേഹം 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പണികളുണ്ട്. മനസ്സിലായില്ലേ? കേസെടുക്കാൻ നീയൊക്കെ ആരാണ്? നിന്നെയൊക്കെ ഈ മലത്തിനെതിരെ ആരെങ്കിലും കേസെടുക്കുമോ? മലത്തിനെതിരെ കേസെടുത്താൽ നാറും. അതുകൊണ്ട് നിനക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യമൊന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കേരള പോലീസിന് ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ശക്തമായ മറുപടി കൊടുക്കും. കാരണം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെയും ജുഡീഷ്യറിയെയും ഭരണഘടനയെയും വെല്ലുവിളിച്ചുകൊണ്ട് പച്ച വർഗീയത പറയുന്ന പക്ക പൂഞ്ഞാറ്റിലെ മക്കൾ, ചില മക്കൾ ഇങ്ങനെ വർഗീയത പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ? ഒന്ന് അങ്ങനെ നീ നല്ല പിതാവിന് പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറകൾക്ക് മുസ്ലിം സമൂഹം മറ്റുള്ള മതക്കാരെ ഇന്ത്യ രാജ്യത്തും കെട്ടുകെട്ടിക്കാനുള്ള പുതിയ സന്ദേശം കൊടുക്കുന്നുണ്ട് എന്ന് നീ പറഞ്ഞല്ലോ. നീ നല്ല പിതാവിന് പറഞ്ഞാണെങ്കിൽ നീ ആ തെളിവുമായിട്ട് വരണം. ഓക്കെ? അല്ലെങ്കിൽ നിന്റെ വാക്ക് കക്കൂസ് ടാങ്ക് പൊളിഞ്ഞ പോലെയായിട്ട് കണക്കാക്കും. ഒന്ന്. പിന്നെ അടുത്തത് പറയാനുള്ളത്, നീ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അംഗീകരിക്കും. കാരണം പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരാളും ഇന്ത്യ രാജ്യത്തിരിക്കണ്ട. അത് സത്യം തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തനും ഒരുത്തിയും ഇന്ത്യയിൽ ഇരിക്കണ്ട. നീ ആദ്യം ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങടാ മറ്റവനെ. നീ ആദ്യം ബീഹാറിൽ നിന്ന് തുടങ്ങ്, നീ ഗുജറാത്തിൽ നിന്ന് തുടങ്ങ്. 3000 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഇന്ത്യ രാജ്യത്തിന്റെ പല രഹസ്യങ്ങളും, പട്ടാള രഹസ്യങ്ങളും രാജ്യത്തിന്റെ പല രഹസ്യങ്ങളും ഒറ്റിക്കൊടുത്ത പക്ക തീവ്രവാദികളെക്കാൾ മാരകമായ തീവ്രവാദികൾ രാജ്യത്തുണ്ടല്ലോ. അവരെ NIA പൊക്കിയില്ലേ, അറസ്റ്റ് ചെയ്തില്ലേ? ആ തീവ്രവാദികളൊക്കെ നാടുകടത്ത്, അവരെയൊക്കെ നാടുകടത്തി എവിടെ കൊണ്ടുവിടാനാണല്ലേ? എല്ലാ രാജ്യത്തും അതിന്റേതായ സംവിധാനങ്ങളുണ്ട്. ഓരോ രാജ്യത്തും അതിന്റേതായ ഭരണഘടനകളുണ്ട്. പാകിസ്ഥാനല്ല ഒറ്റിക്കൊടുത്ത് ഇന്ത്യ രാജ്യത്തിനെ, അവനെ പാകിസ്ഥാനെ കടത്ത്. ആരാണ്? എത്ര പേര് ഇതേപോലെ ചെയ്തിട്ടുണ്ട്? 3000-നും ഈ പറയുന്ന 5000-നും 10,000-നും ഇന്ത്യ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച നക്കിയ ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൂട്ടിക്കൊടുത്ത കുനിയുന്ന സകല തീവ്രവാദികളും പോട്ടെ പാകിസ്ഥാനിലേക്ക്. അത് ഇസ്ലാമിൽപ്പെട്ടവരാണെങ്കിലും പോട്ടെ. മനസ്സിലായില്ലേ? പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നത്, കൂട്ടിക്കൊടുക്കുന്നത്. അത് ആര് ചെയ്താലും അത് അംഗീകരിക്കില്ല. അത് ഇസ്ലാം അല്ല, ഹിന്ദു അല്ല,
ക്രിസ്ത്യനല്ല, മതമുള്ളവനല്ല, മതമില്ലാത്തവനല്ല. ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച് വളർന്ന് വലുതായ ഏത് പക്ക വർഗീയവാദിയാണെങ്കിലും ഇന്ത്യ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അവനെ അകറ്റി നിർത്തൽ, അവനെ നാട് കടത്തണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ നീ ഇസ്ലാമിൽപ്പെട്ടവരെ ഉദ്ദേശിച്ച് പറഞ്ഞാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ മതത്തിലും വർഗീയവാദികളുണ്ട്. ഇസ്ലാമിൽപ്പെട്ടവർ 100% പുണ്യവാളന്മാരാണെന്ന് കമറുദ്ദീൻ അമ്മാറ പറയില്ല കേട്ടോ, അതിന് സംശയം വേണ്ട. പച്ച വർഗീയവാദികൾ ഇസ്ലാമിലുണ്ട്. എന്താ ഹിന്ദുക്കളില്ലേ? എന്താ നിന്റെ വർഗത്തിൽപ്പെട്ടവരൊന്നും ഇല്ലേ? പൂഞ്ഞാറ്റിലെ മറ്റവനെ നിന്റെ വർഗത്തിലുണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചില ആളുകളുടെ കമന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ എന്താ സംഭവം എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള വർഗീയവാദികളൊക്കെ കേരളത്തിന്റെ സമൂഹം അകറ്റി നിർത്തണം. പിന്നെ എനിക്ക് ഇസ്ലാമിക സമൂഹത്തോട് പറയാനുള്ളത്, മറ്റുള്ള സമുദായങ്ങൾ അവർ നിൽക്കട്ടെ, ഇസ്ലാമിക സമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി, മുത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്റെ മനസ്സിനകത്തുള്ളത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. സ്വന്തം മതത്തെ, അതായത് സ്വന്തം മതത്തെ സ്നേഹിക്കണം, മറ്റ് മതത്തെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണം. മക്കയാണ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിലും ആ മക്കൾക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിച്ച രാജ്യസ്നേഹം എന്നാൽ എന്താണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെല്ലാവരും. നമ്മളൊക്കെ സ്നേഹിക്കുന്നത് ഇന്ത്യയാണ് അല്ലെ? നമ്മൾ പാകിസ്ഥാനെ സ്നേഹിക്കോ? മറ്റുള്ള മണ്ണുകളെ സ്നേഹിക്കോ? നമ്മൾ പിറവിയെടുത്തത് ഈ രാജ്യത്താണ്, നമ്മൾ ഗർഭം ധരിച്ചത് ഈ രാജ്യത്താണ്, നമ്മൾ ജനിച്ച് വളർന്ന് വലുതായി ഈ രാജ്യത്താണ്. നമ്മൾ മതേതരത്വവും മതസൗഹാർദ്ദവും രാജ്യത്തിന്റെ ഭരണഘടനയും കാത്തു സൂക്ഷിക്കുന്നവരാണ്, കൂട്ടിക്കൊടുത്തവരല്ല. ആണോ? അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോ, എവിടെയോ വെച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല, അത് പറയേണ്ടത് പറയും. കാരണം ഇസ്ലാമിൽപ്പെട്ടവര് അള്ളാന്റെ റസൂല് പറഞ്ഞ ആ പാത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നവരാണ്. ചിലപ്പോ അതിൽ മോശമായവരുണ്ടാവും, ഉണ്ടെങ്കിൽ അവര് പോട്ടെ. ഈ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവര് പോട്ടെ, വിഷയമല്ല. ഇസ്ലാം സമൂഹത്തെ മാത്രമാണ് ഇതേപോലുള്ള പച്ച വർഗീയവാദികൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു രോമവും കൊഴിഞ്ഞതും പോകില്ല. അതിന് തർക്കമൊന്നും വേണ്ട. ഞങ്ങളൊക്കെ നല്ലപോലെ രാജ്യത്തെ സ്നേഹിച്ചിട്ട് ജീവിക്കുകയാണ്. നിന്നെപ്പോലെ പച്ച വർഗീയവാദി ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുക്കുന്നവർക്ക് അവരുടെ മുന്നിൽ എന്റെ രാജ്യസ്നേഹം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതുപോലുള്ള വീഡിയോസുകൾ വരുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നീ പറഞ്ഞത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ പാകിസ്ഥാനെ ഒരുത്തൻ തോറ്റു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യക്കാർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കും. എന്താ സംശയം? വിളിക്കും. അതെന്താ സംശയം? അല്ലാഹു അക്ബറിന്റെ അർത്ഥം എനിക്കെന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്തെ ഒരുത്തൻ തോറ്റാൽ അല്ലാഹു അക്ബർ വിളിക്കുന്നില്ല. പാകിസ്ഥാൻകാരൻ ഇന്ത്യയിലെ ഒരുത്തൻ ബോൾ ചെയ്യുമ്പോ, പാകിസ്ഥാനിക്കെതിരെ ബോൾ ചെയ്യുമ്പോ ആ പാകിസ്ഥാൻ ക്രിക്കറ്റർ ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ പരാജയപ്പെട്ടാൽ, തോറ്റാൽ അല്ലാഹു അക്ബർ വിളിക്കും. എന്താ തെറ്റെന്താണ്? അല്ലാഹു അക്ബർ പറഞ്ഞെന്താ? അല്ലാഹു വലിയവൻ, അവൻ തോറ്റില്ലേ, അവൻ ഔട്ടായില്ലേ? ഇന്ത്യയിലെ ബൌളർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ, അവൻ തോറ്റു. ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റർ തോറ്റു. അപ്പൊ അല്ലാഹു അക്ബർ വിളിച്ച അല്ലാഹു വലിയവൻ, അവൻ ഔട്ടായി പോയി. സന്തോഷം കൊണ്ട് അല്ലാഹു അക്ബർ വിളിച്ച എന്താ കുഴപ്പം? എന്താ അല്ലാഹു അക്ബർ വിളിക്കാൻ പാടില്ല നീ പറയോ? നീ ആരടാ മറ്റവനെ? നീ ഒരു രോമവുമല്ല. പിന്നെ നീ ആരാ? നീ ഏതപ്പനാണെങ്കിലും നിന്റെ പിന്നിൽ എത്ര വലിയ തമ്പുരാക്കന്മാരുണ്ടെങ്കിലും നീ ഒന്നോർത്തോ മറ്റോനെ, നിന്റെ പിന്നിൽ എത്ര വലിയ തമ്പുരാക്കന്മാരുണ്ടെങ്കിലും നീ എന്ത് വർഗീയത പറഞ്ഞാലും നിനക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള നല്ല ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്ന നല്ല ആംബിയറുള്ള ആണുങ്ങൾ കേരളത്തിലുണ്ട് കേട്ടാ. നീ മനസ്സിലായിക്കോ. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു മുസൽമാനാണ്, ഞാൻ വർഗീയവാദിയൊന്നുമല്ല. നിന്നെപ്പോലെ മതഭ്രാന്തന്മാരോടും ഇതേപോലെ നിന്നെപ്പോലുള്ള ഭ്രാന്തന്മാരോട് പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ഒരു ഒറ്റ വാക്കുള്ളൂ. ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സഹായവുമില്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസൽമാനും ജീവിക്കൽ സാധ്യമല്ല. അന്തസ്സോടെ വിളിച്ചു പറയും, ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സഹായവുമില്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസൽമാനും ജീവിക്കൽ സാധ്യമല്ല. നല്ല സഹായവും സഹകരണവും ഉണ്ടെങ്കിലും മാത്രമേ ജീവിക്കൽ സാധ്യമുള്ളൂ. രാജ്യത്തെ കൂട്ടിക്കൊടുത്ത ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ
ഇന്ത്യ രാജ്യത്തെ ഇപ്പോഴും ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളുടെ ഒരു സഹായവും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. നീ അറിയണം, നീ മനസ്സിലാക്കണം. ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും സഹായമില്ലാതെ, ഭൂരിപക്ഷമായ ഹൈന്ദവരുടെ പ്രത്യേകിച്ചിട്ട് സഹായമില്ലാതെ ഒരു മുസൽമാനും ഇന്ത്യയിൽ ജീവിക്കൽ സാധ്യമല്ല. അവരുടെ നല്ല പോലെ സഹായത്തോടെയാണ് ഞങ്ങൾ അന്തസ്സോടെ ജീവിച്ചുകൊള്ളു. ഒരു സംശയം വേണ്ട. ഒരു വിഷയമല്ല, ഉള്ളത് ഓപ്പണായിട്ട് പറയും. ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യയെ വിടുപണി ചെയ്ത, ഷൂ നക്കി തോൽപ്പിച്ച, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സേവനവും നടത്താത്ത ഒരു പച്ച വർഗീയവാദികളും ഇന്ത്യ രാജ്യത്തെ ഒറ്റിയ ഒരുത്തന്റെയും സഹായമില്ലാതെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കൽ സാധ്യമാണ് എന്ന് മോനെ നീ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം. അപ്പോ നീ ചില സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതുപോലുള്ള മറുപടികൾ തന്നുകൊണ്ടേയിരിക്കും. കേസ് ഒരു വിഷയമല്ല, തൂക്കിലേറ്റാനുള്ള നിയമമൊന്നുമില്ല. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനവും ഞാൻ കാഴ്ചവെച്ചിട്ടില്ല. ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല. പച്ച വർഗീയവാദികൾ വർഗീയത പറഞ്ഞാൽ അതിനെതിരെ പച്ചയ്ക്ക് ശക്തമായി പ്രതികരിക്കും. ഒരു സംശയം വേണ്ട. ഓക്കെ, ബൈ.